ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആണിക്കല്ലാണ് ഭരണഘടന. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓരോ ഇലക്ഷനുകളും. ഈ ഇന്ത്യ മഹാരാജ്യത്ത് 1947 ശേഷം നടന്നിട്ടുള്ള ഓരോ ഇലക്ഷനും ഏറ്റവും നിർണായകമായാണ് ഓരോ സമ്മതിദായകരും വോട്ട് ചെയ്യാനായിട്ട് കടന്നു പോകുന്നത്. അത് അവരുടെ വിശ്വാസമാണ്. അതായത് ഭരണഘടനയെ പോലെ വിശ്വാസമുള്ള സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എത്രയോ നാളുകളായി ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന വിധിപ്പാറ്റിനകത്തുള്ള ആരോപണങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കുന്ന വോട്ടർ പട്ടികയിലെ ആരോപണങ്ങൾ, കള്ള വോട്ടുകൾ അല്ലെങ്കിൽ ഇരട്ടിപ്പോട്ടുകൾ എന്നുള്ളതെല്ലാം മായാലോകം തീർത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന എല്ലാ വാർത്തകളും സത്യമാണെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഓരോ ഭാരതീയനും ഓരോ ഇന്ത്യക്കാരനും മുന്നോട്ട് പോകുന്നത്. പക്ഷേ കർണാടകയിൽ, ഡൽഹിയിൽ, ഇനി വരാൻ പോകുന്ന ബീഹാറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പരാതി കൊടുത്തപ്പോൾ അവിടുന്ന് കൊടുത്തത് 7 അടി ഹൈറ്റുള്ള ഇത്ര മണ്ഡലത്തിൻ്റെ വോട്ടർ പട്ടിക കൊടുത്തത് കൃത്യമായി പരിശോധിച്ച് അതിൻ്റെ രേഖ സഹിതം ഇന്ന് പുറത്തു വിട്ടപ്പോൾ, ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യം എത്രമേൽ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവുകൾ, നേർത്തെളിവുകൾ പുറത്തു വരുന്ന സാഹചര്യം. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നമ്മളെല്ലാം വളരെ ആരാധനയോട് കാണുന്ന ഒരു മേഖലയാണ്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എത്രയോ ചാനലുകൾ, എത്രയോ പത്രസ്ഥാപനങ്ങൾ, സത്യത്തെ സത്യമായി പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന എത്രയോ വഴികൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരുടെയും വായ് മൂടിക്കെട്ടിയിട്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തെ ഇൻവെസ്റ്റ്മെന്റ് ജേർണലിസമാക്കി മാറ്റുന്ന ഈ സിസ്റ്റം, അത് പണത്തിൻ്റെ പുറത്തുള്ള 4ാം സ്റ്റേറ്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ജേർണലിസത്തെ പോലും, അല്ലെ പത്രപ്രവർത്തനത്തെ പോലും വായ് മൂടിക്കെട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് ഈ രാജ്യം മാറുന്നത് അപകടമാണ്. രാഹുലെ തെളിവോടെ കൊണ്ടുവന്ന രാഹുലിന് അഭിനന്ദനം. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ അഭിനന്ദനം. കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കൃത്യമായി കേൾക്കട്ടെ. ഈ രാജ്യം എവിടേക്കോ അട്ടിമറിക്കപ്പെടുന്നുണ്ട്. ഈ രാജ്യത്തിനൊരു അഭിമാനമുണ്ട്. അത് ഇന്ത്യ എന്ന് പറഞ്ഞാലും ഭാരതം എന്ന് പറഞ്ഞാലും ഈ രാജ്യത്തിന് കൃത്യമായൊരു ബോധമുണ്ട്. അത് നാനാജാതി മതേതരത്വ ബോധമാണ് ഈ രാജ്യത്തിൻ്റെ ബോധം. ഇതിനെ അട്ടിമറിക്കുന്ന എന്തും അതിനെയും ടെററിസം എന്ന് തന്നെ നമ്മൾ പറയണം. അതിൻ്റെ പേരാണ് വോട്ടർ ടെററിസം. ഞാൻ എൻ്റെ അഭിപ്രായം വളരെ വ്യക്തവും കൃത്യവുമായിട്ട് എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. ഇതിൽ വിമർശനം ഉണ്ടാവാം, വിമർശിക്കുന്നവർ കൃത്യമായിട്ട് പറയണം. എൻ്റെ അഭിപ്രായവും ശരിയെന്ന് തോന്നുന്നവർ അതിനനുസരിച്ച് പറയാം. പക്ഷെ എന്തായാലും ഇത് നമ്മളെ ബന്ധിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ദോഷമായാലും നല്ലതായാലും എന്തായാലും ശരിയായാലും തെറ്റായാലും ഇതിനകത്തെ യാഥാർത്ഥ്യം പുറത്തു വരണം.